ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ക്ലാസിക്സ് ഇൻ ട്രാൻസ്ലേഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോദയുടെ ദ റീയൂണിയൻ എന്ന കവിതയെക്കുറിച്ചാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ 1749 യൊഹാൻ വോൾഫാങ് ഗോദയുടെ ജനനം. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ ജർമ്മൻ നാടകമാണ് ഫോസ്റ്റ് എന്ന നാടകം. 2 ഭാഗങ്ങളായിട്ടാണ് ഫോസ്റ്റ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ ഫോസ്റ്റസ് എന്ന വിഖ്യാതമായ നാടകമുണ്ട്. അത് എഴുതിയത് ക്രിസ്റ്റഫർ മർലോ ആണ്. എങ്കിൽ ഫോസ്റ്റ് എന്ന നാടകം എഴുതിയത് ഗോദയാണ്. ഇതിനു പുറമെ അദ്ദേഹം ദ സോറോസ് ഓഫ് യങ് റദോ എന്ന ഒരു നോവലും എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ കവിതകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൂട്ടം കവിതകളാണ് വെസ്റ്റ് ഈസ്റ്റേൺ ദിവാൻ എന്ന കവിത. വെസ്റ്റ് ഈസ്റ്റേൺ ദിവാൻ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയായ ഷംസുദ്ദീൻ ഹഫീസ് ഷിറാസിയുടെ കവിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം വെസ്റ്റ് ഈസ്റ്റേൺ ദിവാൻ എന്ന കവിത രചിച്ചിരിക്കുന്നത്. ഓറിയന്റൽ തോട്ട്സും ഓക്സിഡന്റൽ തോട്ട്സും, പാശ്ചാത്യ ചിന്തകളും അതുപോലെ പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകളും ഇവ തമ്മിൽ ഇടകലർന്ന ഇവയുടെ ഒരു സങ്കലനമായിരുന്നു ഈ കവിതാ സമാഹാരം. ഒരിക്കലും ചേരാനാകാത്ത 2 സംസ്കാരങ്ങളായിരുന്നു പൗരസ്ത്യ പാശ്ചാത്യ സംസ്കാരങ്ങൾ എന്ന് ചിന്തിച്ച ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ആണ് ഗോദെ തന്റെ ദിവാൻ എന്ന കവിത രചിച്ചിരിക്കുന്നത്. 1812 ജോസഫ് വോൺ ഹാമർ പേർഷ്യൻ കവിയായ ഷംസുദ്ദീൻ ഹഫീസ് ഷിറാസിയുടെ ദിവാൻ എന്ന കവിത ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. 1814 ഒരു വസന്തകാലത്തില് ഗോദെ ഈ കവിതകൾ വായിക്കാൻ ഇടയാവുന്നു. ഈ കവിതകൾ പൗരസ്ത്യ ദേശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ 814-815 കാലഘട്ടത്തിനിടയിൽ ഗോദെ തന്റെ ജീവിതത്തിൽ ദിവാൻ വർഷങ്ങൾ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഗോദയുടെ ഈ കാലഘട്ടത്തെ ദിവാൻ വർഷങ്ങൾ എന്നറിയപ്പെട്ടിരുന്നു. പേർഷ്യൻ കവി ഹഫീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരു പിടി കവിതകളാണ് ഈ കാലഘട്ടത്തിൽ രചിച്ചത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ ദിവാൻ കാലഘട്ടം എന്ന് വിളിക്കപ്പെട്ടത്. അക്കാലത്ത് അദ്ദേഹം രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ് ബുക്ക് ഓഫ് സുലൈഖ, സുലൈഖയുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ദ ബുക്ക് ഓഫ് സുലൈഖയിലെ ഒരു കവിതയാണ് ദ റീയൂണിയൻ. നമ്മൾ പഠിക്കുന്ന പുനഃസമാഗമം അഥവാ ദ റീയൂണിയൻ എന്ന കവിത എടുത്തിരിക്കുന്നത് ദ ബുക്ക് ഓഫ് സുലൈഖയിൽ നിന്നാണ്. സുലൈഖയുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് സുലൈഖ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൽ ഒരു സ്ത്രീ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. അതാരാണ് എന്ന് ചോദിച്ചാൽ മരിയൻ വോൺ വിലേമർ എന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയോടുള്ള ഗോദയുടെ പ്രണയമാണ് ദ ബുക്ക് ഓഫ് സുലൈഖ എന്ന കവിതാ സമാഹാരം. ഫ്രാങ്ക്ഫർട്ടിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ജേക്കബ് വോൺ വിലേമറുടെ 3ാമത്തെ ഭാര്യയായിരുന്നു ഈ മരിയൻ വോൺ വിലേമർ. സാഹിത്യത്തിനുപരി നല്ല നർത്തകിയും പാട്ടുകാരിയൊക്കെ ആയിരുന്നു ഈ സ്ത്രീ. 1814 ഗോദെ ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. അതേ വർഷം തന്നെ മരിയന്റെ വിവാഹം കഴിഞ്ഞുവെങ്കിലും ഇവർ തമ്മിൽ കത്തുകളിലൂടെ ബന്ധം തുടരുകയും അകന്നിരിക്കുന്ന 2 അനുരാഗികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തീഷ്ണതയിൽ രചിക്കപ്പെട്ട കവിതാ സമാഹാരമാണ് സുലൈഖയുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് സുലൈഖ എന്നറിയപ്പെടുന്നത്. ഈ കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് ദ റീയൂണിയൻ. ഈ കവിതയിൽ സുലൈഖ എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് മരിയൻ തന്നെയാണ്, മരിയൻ വോൺ വിലേമർ തന്നെയാണ്. ദ റീയൂണിയൻ എന്ന കവിതയിൽ ഗോദെ മരിയന് താരങ്ങളിൽ താരമാവാൻ സാധിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്.
ഈ കവിതയുടെ ബിഗിനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ നോക്കിയാൽ അതറിയാം, നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു നക്ഷത്രമാവാൻ നിനക്ക് സാധിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ദ റീയൂണിയൻ എന്ന കവിത ആരംഭിക്കുന്നത്. പോയത്തിന്റെ സമ്മറിയിലേക്ക് കിടക്കാം. ഇൻ ദ പോയം ദ റീയൂണിയൻ, ദ പോയറ്റ് ഈസ് അഡ്രസ്സിംഗ് ഹിസ് ബിലവഡ്. ഹി ഈസ് reuniting with his beloved who has separated from him for a long time. Those days of separation is compared to a long night. There was only darkness around him, and the only flashes of hope he had were the twinkling stars in the night. The poem begins with the reference to the stars of stars. The poet lived all those years of separation with the hope that he would reunite with his lover. The hope he had was represented by the stars in the sky. When the poet meets his lover in the beginning of the poem, he calls her the stars of star. കവിതയിൽ കവി ഇപ്രകാരം ആരംഭിക്കുകയാണ്. ദൂരെയുള്ള ഒരു സ്ഥലത്ത് രാത്രിയിൽ കാമുകിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നോ എന്ന് കവി കാമുകിയോട് ചോദിക്കുന്നു കവിതയിലൂടെ. തൻ്റെ കാമുകിയിൽ നിന്ന് അകന്നിരിക്കുമ്പോഴും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് കവി കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തൻ്റെ കാമുകിയെ നേരിട്ട് കണ്ടപ്പോൾ തൻ്റെ ഓർമ്മകളെയും യാഥാർത്ഥ്യത്തെയും വേർതിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കവി ഇപ്രകാരം അവളോട് ചോദിക്കുന്നത്, ഞാൻ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നോ അന്ന് എന്ന്. കാമുകിയിൽ നിന്ന് വേർപിരിഞ്ഞിരുന്ന സമയം രാത്രിയോടാണ് കവി ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ആ സമയം കവിയുടെ ചുറ്റും അന്ധകാരം മാത്രം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആകെ അദ്ദേഹത്തിന് കൂട്ടിനുണ്ടായിരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ മാത്രമായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാമുകി ആ താരങ്ങളിൽ, ആ നക്ഷത്രങ്ങൾക്കിടയിലെ ഒരു താരമായിരുന്നു, ഒരു നക്ഷത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലേക്ക് അവൾ ഒരു നക്ഷത്രത്തെ പോലെ കടന്നു വരികയാണ് എന്നാണ് കവി പറയുന്നത്. Then the poet speaks about the gulf that separated them and the pain of their separation. Though he is happy about their reunion, he also afraid of it. He knew the sorrows of their past and how they were separated. എത്ര കഠിനമായ വേദനയായിരുന്നു ആ വിരഹം ഉണ്ടാക്കിയിരുന്നത് എന്ന് കവി ഓർക്കുന്നു. അവർക്കിടയിൽ അത്രമേറെ ആഴമേറിയ ഗൾഫ് വിടവായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കവി ആശ്ചര്യത്തോടു കൂടി ഓർക്കുകയാണ്. ഒടുവിൽ തൻ്റെ സകല ആനന്ദത്തിൻ്റെയും തോഴിയായ കാമുകി തൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം ആഹ്ലാദചിത്തനാവുന്നു. കഴിഞ്ഞുപോയ വിരഹകാലത്തെ വേദനകളെ അദ്ദേഹം ഓർക്കുമ്പോൾ ഒരു പുനഃസമാഗമത്തിൻ്റെ ഈ നിമിഷത്തെയും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞുപോയ ആ വിരഹകാലത്തിൻ്റെ വേദനകളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഈ പുനഃസമാഗമത്തിൻ്റെ ഈ നിമിഷത്തിലും ഞാൻ ആ നിമിഷങ്ങളെ വേദനയോടുകൂടി അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്ന്. കവിതയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് വായനക്കാരനെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശയങ്ങളിൽ കുറച്ച് കാഠിന്യത ഏർപ്പെടുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആശയങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ദൈവം മനുഷ്യനെയും ലോകത്തെയും സൃഷ്ടിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ആത്മീയമായി ഇവിടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. Here the poet goes to explain how the world was made by God. He tells her lover about the joy God felt when he said be. Be. With that simple word, everything
burst into reality. Everything created by God created a light which pushed darkness out of the world. All dark forces, all evil things fled away from the places. They had wild dreams and were not having any feelings. They were a threat to the harmony of the earth. ഇവിടെ അദ്ദേഹം പിന്നീട് പറയുന്നത്, ഭൂമി രൂപപ്പെടുന്നതിന് മുമ്പ് അത് ദൈവത്തിൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ കിടന്നിരുന്നപ്പോ ഒരു പുതിയ സൃഷ്ടികർമ്മം നടത്താൻ അദ്ദേഹം പോകുന്നതിൻ്റെ ആനന്ദം ദൈവത്തിനുണ്ടായിരുന്നു. ആ സൃഷ്ടി നടത്തുന്നതിൻ്റെ ആനന്ദത്താൽ അതിൻ്റെ ജന്മസമയം, എപ്പോഴാണ് ഭൂമി ജനിക്കാൻ പോകുന്നത്, ആ ജനന സമയം ദൈവം കുറിച്ചു. അങ്ങനെ ദൈവം ബി എന്ന് അരുൾ ചെയ്തു, അതായത് ഉണ്ടാവട്ടെ എന്ന് ദൈവം ദീർഘനിശ്വാസത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മഹത്തായ പ്രസവ വേദനയിൽ ഈ ഭൂമി പ്രപഞ്ചത്തിൽ ജനിക്കപ്പെട്ടു എന്നാണ് കവി ഇവിടെ പറയുന്നത്. പിന്നീട് വെളിച്ചമുണ്ടായി ഈ ലോകത്ത്. അങ്ങനെ വെളിച്ചമുണ്ടായപ്പോ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന അന്ധകാരം അവിടെ നിൽക്കാൻ ഭയപ്പെട്ടു. അന്ധകാരമെല്ലാം 4 ഭാഗത്തേക്ക് ഓടിയകന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ശക്തികളും പൈശാചികമായ ശക്തികളും എല്ലാം 4 പാടും ചിതറിയോടി. യാതൊരുവിധ ഐക്യവും വികാരവും ഇല്ലാതിരുന്ന അവർ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അവരുടെ മരവിച്ച മനസ്സുമായിട്ട് അറ്റം കാണാത്ത ശൂന്യമായ ഈ ആകാശത്ത് എവിടേക്കെന്നില്ലാതെ ആ അന്ധകാരങ്ങൾ പോയി മറഞ്ഞു. ഭൂമി ഉണ്ടായതിനു ശേഷവും ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം മരവിച്ചിരിക്കുന്ന മൃതശരീരങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു, കവി. ഭൂമി ഉണ്ടായി, പക്ഷെ പിന്നീട് ഉണ്ടായതെല്ലാം മരവിച്ച് കിടക്കുന്ന മൃതശരീരങ്ങളായിരുന്നു. ആദ്യം ദൈവം മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ദൈവം പുലർക്കാലത്തെ ചുവന്ന നിറത്തോടു കൂടി ഉണ്ടാക്കി. സൂര്യനെയും സൂര്യോദയത്തെയും സൃഷ്ടിച്ചു. ഈ പുലർക്കാലം വളരെ വേഗം തൻ്റെ കാരുണ്യം മറ്റുള്ളവർക്കെല്ലാവർക്കും പങ്കുവെച്ചു. സൂര്യന്റെ പ്രകാശകിരണങ്ങള് ദയാവായ്പോടുകൂടി ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലെയും സ്വാധീനിച്ചു. പരപ്പായി കിടന്നിരുന്ന എല്ലാം തിളക്കമുള്ളതും വെണ്മയുള്ളതും ഐക്യമുള്ളതുമായി മാറി ഈ ലോകത്ത്. മുമ്പ് പരസ്പരം കലഹിച്ചിരുന്ന എല്ലാ ഘടകങ്ങളും ഈ പ്രപഞ്ചത്തിലേത് പരസ്പരം സ്നേഹിക്കാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇതെല്ലാം ദൈവ സൃഷ്ടിയുടെ മഹത്വരമാണ് എന്ന് അദ്ദേഹം വാഴ്ത്തുന്നു. By fighting a noble war, the life on the earth was unleashed from its bounds. The power of sight and feelings was endowed on the inhabitants of the earth. The poet feels that nothing more has to be done by God, as the rest of the creation would be taken care of by the ones he created. പിന്നീട് ഒന്നും തന്നെ ദൈവത്തിന് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് കവി പറയുന്നത്. കവിക്ക് അപ്രകാരമാണ് തോന്നുന്നത്. കാരണം പിന്നീടുള്ളതെല്ലാം ദൈവ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യന് ചെയ്യാൻ സാധിച്ചു എന്നാണ്. മനുഷ്യനും ദൈവത്തിന് പ്രതിപുരുഷൻ തന്നെ ആയിരുന്നു ഒരു പക്ഷേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബിക്കോസ് ദ റെസ്റ്റ് ഓഫ് ദ ക്രിയേഷൻ വുഡ് ടേക്കൻ കെയർ ബൈ ദ വൺ ഹി ക്രിയേറ്റഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. On the wings of the morning, the poet arrived near his beloved. He was motivated by her lips. The poet feels he and his lover are perfect example for sublime joy and grief. They will also be perfect examples of God's eternal world as they have made a new world for themselves.
by their reunion. They had no hope for reuniting, but were reunited, and their life had been in constant darkness, just like the earth before its creation. He held the memories of his beloved close to his heart, just like the God laid earth on his eternal breast, eternal mind. The poem ends with the supplication to the Almighty, where the poet is seen pleading not to separate them again. കാമുകിയുമായുള്ള പുനഃസമാഗമം, റീയൂണിയൻ, ഒരു പുതിയ ലോകത്തിലെ പ്രഭാതം പോലെയാണ് കവി കരുതുന്നത്. ഒരു പുതിയ ലോകത്തിലെ ഒരു പ്രഭാതം പോലെ. കാമുകിയിൽ നിന്ന് താൻ വേർപിരിഞ്ഞു നിന്നിരുന്ന നാളുകൾ ഒരു നീണ്ട രാത്രിയെപ്പോലെയാണ് കവിക്ക് തോന്നുന്നത്. എന്നെങ്കിലും തൻ്റെ പ്രിയതമയെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷകളുടെ പ്രതീകങ്ങളായിരുന്നു രാത്രിയിൽ അദ്ദേഹം കണ്ട നക്ഷത്രങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. കാമുകിയെ നേരിട്ട് കണ്ടപ്പോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് അവൾ ആ താരങ്ങളുടെ താരമാണ്, ആ നക്ഷത്രങ്ങളുടെ നക്ഷത്രമാണ് എന്ന് കവിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഫസ്റ്റ് ബിഗിനിങ് ലൈനിൽ തന്നെ അപ്രകാരം പറയുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷകളുടെ ഒരു പുതുലോകത്തെ റീയൂണിയനിലൂടെ, പുനഃസമാഗമത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് കവി വിശ്വസിക്കുന്നു. ഇനിയൊരിക്കലും വേർപിരിക്കാതെ, തങ്ങളെ ഇനിയൊരിക്കലും വേർപിരിക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്.